ഒരമ്പലത്തിന്റെ നേരെ എതിർവശത്ത് സർക്കാർ അംഗീകൃത മദ്യശാലകൾ. ഈ മദ്യശാലകളിലെ സകല മദ്യക്കുപ്പികളും ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഒരൊറ്റ കസ്റ്റമറിന്റെ അടുത്തോട്ടാണ്. ഓരോ ദിവസവും ലിറ്റർ കണക്കിന് മദ്യക്കുപ്പികൾ തച്ചിനിരുന്ന് സേവിക്കുന്ന ആ VIP കസ്റ്റമറിന്റെ പേരാണ് ഉജ്ജയിൻ കാലഭൈരവൻ. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം സാധിക്കണം എന്നുള്ളവര് ഒരു കുപ്പിയുമായിട്ട് നേരെ കാലഭൈരവനെ പോയി കണ്ടാൽ മതി. നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ കുപ്പി പൊട്ടിച്ച് പൂജാരി ഒരു സോസറിലേക്ക് പകർന്ന് കാലഭൈരവന്റെ ചുണ്ടിലേക്ക് അടുപ്പിക്കും. ചുണ്ടിലെ വിടവിലൂടെ കാലഭൈരവൻ അത് സേവിക്കുന്നു എന്നാണ് വിശ്വാസം. പൂജാരി 2/3 ഭാഗം കാലഭൈരവനെ നേതിച്ചിട്ട് ബാക്കി വരുന്നത് നമുക്ക് പ്രസാദമായി തിരികെ തരും. 6000 വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം ഒരു മറാഠ സ്റ്റൈൽ പഗ്ഡി അഥവാ തലപ്പാവ് ധരിച്ചാണ് ഇരിക്കുന്നത്. 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധം ജയിച്ചതിനു ശേഷം മറാഠ സൈന്യാധിപനായിരുന്ന മഹാദാജി ഷിൻഡെ ആദരപൂർവ്വം തന്റെ പകിടി കാലഭൈരവന് സമർപ്പിക്കുകയായിരുന്നു. മധ്യപ്രദേശിലെ ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിൽ വരുന്നവരാരും തന്നെ ദേശദേവതയായ കാലഭൈരവനെ കാണാതെ മടങ്ങാറില്ല. കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേദ്യമായ ഒരു കുപ്പി മദ്യം കയ്യിൽ കരുതാതെ ഇരിക്കാറുമില്ല. ദൈവത്തിനായി വിദേശ മദ്യശാലകൾ തുറന്നു വെച്ചിരിക്കുന്ന നാട്. ശരിക്കും നമ്മുടെ ഇന്ത്യ ഇതുപോലത്തെ എത്രയെത്ര കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങൾ നിറഞ്ഞ നാടാണല്ലേ.